പൊന്നിയൂർക്കുളം മാഞ്ചിറയിൽ റോഡിടിഞ്ഞ് തോട്ടിലേക്ക് വീണു. റോഡ് ഇടിയുന്നത് കണ്ട് വാഹനങ്ങൾ നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. 13 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആറ്റുപുറം പാറമ്പാടം റോഡ് മാഞ്ചിറ അമ്പലത്തിന് സമീപത്താണ് ഒരു ഭാഗം തകർന്ന് തോട്ടിലേക്ക് വീണത്. ഒരാഴ്ചയോളമായി റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ നിലയിലായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാരും മേഖലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് റോഡ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. റോഡ് ഇടിഞ്ഞ ഭാഗത്ത് നിന്നിരുന്ന വൈദ്യുതി തൂണും ഏതു നിമിഷവും വീഴുന്ന അവസ്ഥയിലായിരുന്നു. മേഖലയിൽ ഏറെ നേരം വൈദ്യുതി ബന്ധം താറുമാറായി. റോഡ് ഇടിഞ്ഞ സമയത്ത് തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റഹീസ് പറഞ്ഞു. ഏച്ചുകൂട്ടലുള്ള രീതിയിൽ പുതുക്കി പണിതിട്ടുള്ളതാണ്. ഇതിന് വിനിയോഗിച്ച ഫണ്ട് മുഴുവനായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യത്തിൽ വരെ നാട്ടുകാർക്ക് അന്നേ സംശയം ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ റോഡ് വിള്ളലൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മളിത് അധികാരികളുമായിട്ട് അറിയിക്കുകയുണ്ടായിട്ടില്ല. യാതൊരു വന്നു നോക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം KSCയുടെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു താങ്ങ് കൊടുക്കൽ വരെ ഉണ്ടായത്. ഇപ്പോഴും ഇങ്ങനെ തകർന്ന സമയത്തും നമ്മൾ അധികാരികൾക്ക് വിളിക്കുമ്പോൾ എയിൽക്കൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിലാണ്, ഞങ്ങൾ സൈറ്റ് വന്ന് നോക്കിയതിന് ശേഷം തീരുമാനം എടുക്കുക, ഞങ്ങൾ ആളെ വിടാനുള്ള രീതിയിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ എത്ര അപകടം നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ പോലും അവർ പ്രതികരിക്കുന്നത്. വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വെള്ളം തടസ്സപ്പെടുന്ന സാഹചര്യമുള്ളതിനാൽ മേഖലയിൽ പാലം നിർമ്മിക്കണമെന്ന് കർഷകർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ ആവശ്യം അംഗീകരിക്കാൻ മുൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്ന് പഞ്ചായത്ത് അംഗം ഹസ്സൻ തളികശ്ശേരി പറഞ്ഞു. മേഖലയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലം നിർമ്മിച്ച് റോഡിനാവശ്യമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാലത്തിന് യാതൊരു കേടുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ റോഡ് പണി അവർക്ക് പൂർത്തീകരിക്കാനും ആ പൂർത്തീകരിച്ച അടിസ്ഥാനത്തിൽ ഇതിന് ഫണ്ട് കൊടുക്കാനും തയ്യാറായത്. അന്ന് മുതൽ പറയുന്നതാണ് ഈ പാലത്തിന് അപകടമുണ്ട്, പാലം എന്ത് ചെയ്യണം, പൊളിച്ചു പണിയണമെന്ന്, പ്രൊജക്റ്റ് വെക്കണം, ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കൃഷിക്കാർക്കുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് എന്ത് ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. തീർച്ചയായും ഇത് അടിയന്തരമായി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. TCV ന്യൂസ് കുന്നംകുളം.